Hi everyone. ഇന്നത്തെ ടോപ്പിക് ഫണ്ടമെന്റൽ മോഡലിലെ ഇൻട്രാക്ഷൻ മോഡലാണ്. സിസ്റ്റം മോഡൽ 3 ഉണ്ട്. ആർട്ടിഫിഷ്യൽ മോഡൽ, ഫണ്ടമെന്റൽ മോഡൽ ആൻഡ് ഫിസിക്കൽ മോഡൽ. അതിൽ ഫണ്ടമെന്റൽ മോഡലാണ് പറയുന്നത്. ഫണ്ടമെന്റൽ മോഡൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി, ഫെയിലിയർ അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫണ്ടമെന്റൽ മോഡലിൽ ഇൻട്രാക്ഷൻ മോഡൽ, ഫെയിലിയർ മോഡൽ, സെക്യൂരിറ്റി മോഡൽ, ഈ 3 ടോപ്പിക്സ് ആണ് ഫണ്ടമെന്റൽ മോഡലിലുള്ളത്. അതിൽ ഇൻട്രാക്ഷൻ മോഡലാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻട്രാക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻട്രാക്ഷൻ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് പാസിങ് ചെയ്യുക. അതായത് രണ്ട് സിസ്റ്റം മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഇൻട്രാക്ഷൻ മോഡൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാക്ഷൻ മോഡലിനകത്ത് വരുന്ന 3 ടോപ്പിക്സ് ആണ്: പെർഫോമൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, 2 വേരിയന്റ് ഓഫ് ഇന്ററാക്റ്റീവ് മോഡൽ ആൻഡ് ഇവന്റ് ഓർഡറിംഗ്. ഓക്കെ, നമുക്കല്ല ഫസ്റ്റ് പെർഫോമൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണെന്നുള്ളത് നോക്കാം. ഒരു സെൻഡറും ഒരു റിസീവറും, ഓക്കെ, ഒരു സെൻഡർ ഒരു റിസീവർ, നമുക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം. ആ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ലാറ്റൻസി, ജിറ്റർ, ത്രൂപുട്ട്, ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അതിലെ ലാറ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെൻഡറിൽ നിന്നും ഒരു റിസീവറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിലേ, ഓക്കെ, ആ ടൈം ഡിലേനെയാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നലിൽ ഉണ്ടാകുന്ന ഡീവിയേഷനാണ് ജിറ്റർ. അപ്പോൾ ആ വേരിയേഷൻ കാരണം എന്താണ്, ലാഗ് ഉണ്ടാകും. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റയിൽ ലാഗ് ഉണ്ടാകും. ദെൻ ത്രൂപുട്ട് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാക്കറ്റ് സെൻഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റ്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഫോർമേഷൻ സെൻഡ് പെർ യൂണിറ്റ് ടൈമുമാണ്. അപ്പോൾ ഈ ലാറ്റൻസി, ജിറ്റർ, ത്രൂപുട്ട് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ആണ് കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ പെർഫോമൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് 2 വേരിയന്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ മോഡൽ. നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ ക്ലോക്ക് ഉണ്ട്. ഓക്കെ, എല്ലാ സിസ്റ്റത്തിനും ഇറ്റ്സ് ഓൺ ഇന്റേണൽ ക്ലോക്ക് ഉണ്ട്. പിന്നീട് അവരെന്ത് ചെയ്യാണ്, ഒരു റെഫറൻസിന് വേണ്ടി ഒരു കോമൺ ക്ലോക്ക് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സിസ്റ്റം, ഓക്കെ, നമ്മളിപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക്, അപ്പോൾ അതിൽ സിസ്റ്റത്തിന്റെ ടൈമും നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ക്ലോക്കിന്റെ ടൈമും തമ്മിലുള്ള ടൈം ഡിഫറൻസിനെയാണ് ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റെഫറൻസ് ക്ലോക്കും നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ക്ലോക്കും തമ്മിലുള്ള ടൈം ഡിഫറൻസ്, അതാണ് ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ 2 മോഡൽസ് ആണ് പറയുന്നത്: സിൻക്രണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് അസിൻക്രണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സിൻക്രണസ് എന്താണെന്നുള്ളത് നോക്കാം. സിൻക്രണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈം ബേസ് ചെയ്തിട്ടുള്ളതാണ് സിൻക്രണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ഒരു സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അത് വിത്തിൻ ബൗണ്ടഡ് ടൈമിൽ അതെന്ത് ചെയ്തിരിക്കണം, റിസീവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രാക്ഷൻ മോഡൽ ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും യൂസ് ചെയ്തിട്ടാണ് ആ വിത്തിൻ ടൈമിനുള്ളിലായിരിക്കണം മെസ്സേജ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അസിൻക്രണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പം അതിനകത്ത് ബൗണ്ട് ഇല്ല, ദർ ഇസ് നോ ബൗണ്ട്. അതായത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അതായത് പ്രോസസ് എക്സിക്യൂഷൻ ടൈം നോക്കുന്നില്ല, അതുപോലെ മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന ടൈം നോക്കുന്നില്ല, അതുപോലെ തന്നെ ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ സിൻക്രണസിൽ ഇത് 3ഉം ചെക്ക് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇവന്റ് ഓർഡറിംഗ്. ഓക്കെ, നമ്മൾ
ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓർഡറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ XYZ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആള് ഒരു മെസ്സേജ് M1 എന്ന് പറയുന്ന മെസ്സേജ് വൈക്കും സെൻഡ് ചെയ്തു, അതുപോലെ തന്നെ ഇസഡിനും സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ സെഡിനും വൈക്കും M1 എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇത് റിസീവ് ചെയ്ത ഓർഡർ നോക്കി. M1 എന്ന് പറയുന്ന മെസ്സേജ് വൈ റിസീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സെഡും M1 റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കി, ഈ M1 മെസ്സേജിന് റിപ്ലൈ കൊടുത്തു വൈ. ഓക്കെ, M2 എന്ന റിപ്ലൈ കൊടുത്തു. ഓക്കെ, ആ റിപ്ലൈ എന്ന് പറയുന്നത് എക്സിനും അയച്ചിട്ടുണ്ട്, സെഡിനും അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെഡിന്റെ കേസിലേക്ക് വന്നേ. സെഡ് ആദ്യം റിസീവ് ചെയ്തിരിക്കുന്നത് എന്താണ്? M2 എന്ന മെസ്സേജാണ്. അതിനുശേഷമാണ് M1 റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി എന്തുണ്ടാവും? ആ കണ്ടന്റ് ക്ലിയർ ആവാതെ പോകും. ആദ്യം സെൻഡ് ചെയ്തത് M1 ആണ്, പക്ഷെ M1ന്റെ റിപ്ലൈ ആയിരുന്നു M2. പക്ഷെ ഇവിടെ ഓർഡർ തിരിച്ചിട്ടാണ് സെഡ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ ഇവന്റ് ഓഫ് ഓർഡറിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.